ഹായ് മേരെ പ്യാരെ ദോസ്തോ സബ്കോ ആദാബ്. 8ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിൻ്റെ ഉറുദു പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മക്കളെ, പബ്ലിക് എക്സാമിങ് അടുത്തുമല്ലോ, എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? എന്താണ് അവസ്ഥ? നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പങ്കുവെക്കാനാണ് മിദ്ലാജ് സർ വന്നിരിക്കുന്നത്. ഓക്കെ, ഓരോ ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഓക്കെ, നോക്കൂ, ഒന്നാമതൊരു ചോദ്യം ഇതാണ്. ആജ്കൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സഡക്ക് പർ, നമ്മുടെ റോഡുകളിൽ മുഖത്തലിഫ് ഗാഡിയാം കി ബീഡ് ഹെ, വ്യത്യസ്ത വാഹനങ്ങളുടെ ബീഡ് ഹെ, തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ബീഡ് പറഞ്ഞാൽ തിരക്ക് എന്നാണ് നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇന്ന് റോഡുകളിൽ എന്താണ് വ്യത്യസ്ത വാഹനങ്ങളുടെ തിരക്കുണ്ട് അല്ലേ. ഉന്മയ അതിൽ ആം സവാരി, ഒന്ന് നോട്ട് ചെയ്യണേ, ആം സവാരി പൊതുവാഹനങ്ങൾ, അവർ ജാതി സവാരി ഷാമിൽ ഹേ എന്നാണ് വ്യക്തിഗത വാഹനങ്ങൾ. ഓരോ വ്യക്തികളും പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്, അതുപോലെ ആം സവാരികളുണ്ട് അല്ലേ, പൊതുവാഹനങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആം സവാരി? ഏതൊക്കെയാണ്? ബസ്, റെയിൽഗാഡി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പൊതുവാഹനങ്ങളുണ്ട്. അതുപോലെ ജാതി സവാരിയുണ്ട്, വ്യക്തിഗത വാഹനങ്ങളുണ്ട് അല്ലേ. ബച്ചോ, കൂട്ടുകാരെ, ആം സവാരിയാം ഇസ്തിമാൽ കർണേസെ, പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാ ക്യാ ഫായ്ദേഹിം, എന്തെല്ലാം ഗുണങ്ങളുണ്ട്. ക്യാ ക്യാ ഫായ്ദേഹിം, എന്തെല്ലാം ഗുണങ്ങളുണ്ട്. നോട്ട് ലിഖിയെ, ഒരു നോട്ട് എഴുതിയാലും, അതായത് 3 or 4 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ടായിരിക്കും ഇത് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എൻ്റെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇന്നത്തെ കാലത്ത് റോഡുകളിൽ വ്യത്യസ്ത വാഹനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിൽ ആം സവാരി, പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? ഫായ്ദ എന്നുള്ള വേർഡ് ഒന്ന് നോട്ട് ചെയ്യണേ. ഗുണങ്ങൾ, എന്തെല്ലാം ഗുണങ്ങളുണ്ട് നോട്ടിലേക്ക് നോട്ട് ചെയ്താലും ഓക്കെ അല്ലടാ, ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? മറ്റൊരു ചോദ്യം ഇതാണ്, അടുത്തൊരു ചോദ്യം ഇതാണ്. തന്ദുരസ്തി ഹസാർ നിഅമത്ത് ഹേ, ആരോഗ്യം എന്നത് 1000 അനുഗ്രഹമാകുന്നു അല്ലേ. നിഅമത്താണ്, അനുഗ്രഹമാണ്. എന്ത്? തന്ദുരസ്തി എന്നത്. തന്ദുരസ്തി കായിം രഖ്നെ കെ ലിയേ, ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് കിൻ കിൻ ബാത്തും, എന്തെല്ലാം കാര്യങ്ങൾ, ലിഹാസ് രഖ്ന ജരൂരി ഹേ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ഏക്ക് നോട്ട് ലിഖിയേ, ഒരു നോട്ട് എഴുതിയാലും. ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് തന്ദുരസ്തി കായും രഖ്നേക്കയിലെ, ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ജരൂരി ഹേ, അത്യാവശ്യമാണ്. ഏക്ക് നോട്ട് ലിഖിയേ, ഒരു നോട്ട് എഴുതിയാലും ഒരു 3 or 4 പോയിന്റുകളായിട്ട് ഇങ്ങനെ നോട്ട് എഴുതി പഠിക്കുക. ഓക്കെ, 3 മാർക്കിൻ്റെ ഒരു ചോദ്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ. തന്ദുരസ്തി കായും രഖ്നേക്കയിലെ കേട്ടോ, ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, മറ്റൊരു ചോദ്യം ഇതാണ്. ആപ്നെ ബി, നിങ്ങളും ബഹുത്ത് തഫ്രീഹി മക്കാമത്ത് കി സൈർ കി ഹോഗി, നിങ്ങളും ഒരുപാട് തഫ്രീഹി മക്കാമാത്തുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിങ്ങൾ സൈർ കി ഹോഗി, നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്നെ സഫർ കെ തജുർബാത്ത് ബയാൻ കർത്തേ ഹുയേ, നിങ്ങളുടെ സഫർ കെ, യാത്രയുടെ തജുർബാത്ത്, വേർഡ് നോട്ട് ചെയ്യണേ. തജുർബാത്ത് എന്ന് എന്താ? അനുഭവങ്ങൾ ബയാൻ കർത്തേ ഹുയേ, വിവരിച്ചുകൊണ്ട് ഏക്ക് സഫർനാമ തയ്യാർ കീജിയേ. സഫർനാമ എന്നുള്ള വേർഡൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. സഫർനാമ, യാത്രാ വിവരണം. തയ്യാർ കീജിയേ, തയ്യാറാക്കിയാലും. അപ്പോൾ ഒരു സഫർനാമ തയ്യാറാക്കാൻ നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ പഠിക്കണം. ഹൈദരാബാദ് കി സൈർ എന്നുള്ള ചാപ്റ്റർ നമുക്ക് 8ാം ക്ലാസ്സിനകത്ത് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൽ എന്താണ്? ഹൈദരാബാദിലേക്ക് യാത്ര പോയതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അല്ലേ. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പഠിക്കണം. 4 മാർക്കിൻ്റെ ചോദ്യമായിട്ടായിരിക്കും നമ്മുടെ പബ്ലിക് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ഒരു ചോദ്യം കാണുന്നത്. സഫർനാമ തയ്യാർ കീജിയേ, യാത്രാ വിവരണം തയ്യാറാക്കിയാലും. മറ്റൊരു ചോദ്യം ഇതാണ്. ഹൈദരാബാദ് ഹിന്ദുസ്ഥാൻ കി ഏക് തഫ്രീഹി മക്കാം ഹേ അല്ലേ. ഹൈദരാബാദ് എന്താണ്? ഇന്ത്യയുടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അല്ലേ. ഹിന്ദുസ്ഥാൻ കെ തഫ്രീഹി മക്കാമാത്ത് കി ഫിഹ്റസത്ത് തയ്യാർ കീജിയേ, ഇന്ത്യയിലുള്ള തഫ്രീഹി മക്കാമാത്തിൻ്റെ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ. ഏതാത് നമുക്ക് പറയാൻ പറ്റും? ഡൽഹി അല്ലേ, അതുപോലെ തന്നെ എന്താണ്, മൈസൂർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. പസന്ദീദ മക്കാം കെ ബാരമേ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തെക്കുറിച്ചേക്ക് നോട്ട് തയ്യാർ കീജിയേ. വളരെ സിമ്പിളാണല്ലേ. ഡൽഹിയെക്കുറിച്ച് നമുക്ക് എഴുതാം. ഡൽഹിയൊക്കെ ബഡാ ഷെഹർ ഹേ, ഡൽഹിയൊക്കെ ഹൂബ്സൂറത്ത് ഷെഹർ ഹേ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നമുക്ക് കുറിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് പഠിക്കുക. ഏതെങ്കിലും ഒരു വിനോദസഞ്ചാര കേന്ദ്രം. ഓക്കെ, തഫ്രീഹി മക്കാമാത്ത്
വിനോദസഞ്ചാര കേന്ദ്രത്തെക്കുറിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേടാ. മറ്റൊരു ചോദ്യം ഇതാണ്, പക്ക ഇറാദ ദൃഢനിശ്ചയം എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അരുണിമ സിൻഹാക്കി തെജുരിബാത്തി നോട്ട് ആപ്നെ പഠേഹന നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അരുണിമ സിൻഹയുടെ തെജുരിബാത്തി നോട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പക്ക ഇറാദ എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഷാറോ കി മദദ് സെ സൂചകങ്ങളുടെ സഹായം കൊണ്ട് ഏക്ക് സവാനി നോട്ട് തയ്യാർ കീജിയേ. ഏക്ക് സവാനി നോട്ട് എന്താണ്? ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഈ ഇഷാറകളൊക്കെ നൽകിയിട്ടുണ്ട്. പൈദായിഷ് അവരുടെ ജനനം 1989 ജൂലൈ 20 എന്ന് നൽകിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ പേഷ അവരുടെ തൊഴിൽ വോളിബോൾ ഖിലാഡിയാണ്. ഓക്കെ, അവരൊരു വോളിബോൾ പ്ലെയറാണ്. അതുപോലെ തന്നെ ഷുഹറത്ത് അവരുടെ പ്രശസ്തി എന്താണ്? മൗണ്ട് എവറസ്റ്റ് സർ ഖിയ അവരെന്ത് ചെയ്തിട്ടുണ്ട്? മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. എസാസ് അവർക്ക് നൽകിയിട്ടുള്ള ആദരവുകൾ പെട്ടതാണ് പത്മശ്രീ. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവരെക്കുറിച്ചുള്ള ഒരു സവാനി നോട്ട് നമ്മൾ തയ്യാറാക്കാൻ പഠിക്കണം. ഓക്കെ. മറ്റൊരു ചോദ്യം ഇതാണ്, ഷിർ ഔർ സെ പഠിയേ ഇസ്മേ ഷായർ ക്യാ ക്യാ കഹന ചാഹ്താ ഹൈ. ഈ ഒരു വരികളിലൂടെ കവി എന്തെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഷീർ കാ മഫൂം എന്നാണ് ഈ വരിയുടെ മഫൂം, ആശയം. അപ്നെ അൽഫാസ് മേ ലിഖിയേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലടാ. നന്ന ഷരാര എന്നുള്ളൊരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. നന്ന ഷരാര എസ് എം സർവർ സാഹിബ് എഴുതിയിട്ടുള്ള ഒരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരിയാണ്, ക്യൂം തുജ്കോ എ സിതാരെ ഹൈരത്ത് സേ ഘോരത്തേഹേം. ക്യൂം തുജ്കോ എ സിതാരെ, ഈ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളൊക്കെ എന്തിനാണ് നിന്നിങ്ങനെ ഐരത്ത് സേ വളരെയധികം ആകാംക്ഷയോടുകൂടി ആശ്ചര്യത്തോടുകൂടി ഇങ്ങനെ ഘോരത്തേഹം നിന്നിങ്ങനെ തുറച്ചു നോക്കുന്നത്? താരോ കീ തരഹ് തുബി, താരോ കീ തരഹ് നക്ഷത്രങ്ങളെപ്പോലെ, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെപ്പോലെ നീയും എന്താണ്? സീനത്ത് ദാ ഭംഗിയുള്ളതാണ്. ആസ്മാങ്കി ആകാശത്തിലെ താരോ കീ തരഹ് നക്ഷത്രങ്ങളെ പോലെ, തുബി നീയും എന്താണ്? സീനത്ത് ദാ ഭംഗിയുള്ള ഒരാളാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? മിന്നാമിന്നിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇതിൻ്റെ മഫൂം എഴുതി പഠിക്കണം. ഓക്കെ, ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എസ് എം സർവർ സാഹിബിൻ്റെ നസമാണ്. ഓക്കെ അല്ലേടാ. മറ്റൊരു ചോദ്യം ഇതാണ്, കഹാനി ബൂക്ക് മിഠായിയും. ഓക്കെ, കഹാനി ബൂക്ക് മിഠായി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. देखिए आपका पसंदीदा किरदार कौन कौन है. ഇതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം കോൻ കോൻ ഹേ ആരെല്ലാമാണ് അല്ലേ. आपके पसंदीदा किरदार കോൻ ഹേ, സോറി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം കോൻ ഹേ ആരാകുന്നു. ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഇതിൽ രാജ അല്ലേ, രാജാവുണ്ട്. അതുപോലെ ഔറത്ത് അല്ലേ, ഒരു സ്ത്രീ ഉണ്ട്. അതുപോലെ എന്തുണ്ട്? സിപ്പായി ഉണ്ട്, ഭടന്മാരുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ഇതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? ഈ ഹുസൂസിയാത്ത് പഹ്ചാൻകർ, അവരുടെ പ്രത്യേകതകൾ പഹ്ചാൻകർ മനസ്സിലാക്കിയിട്ട് നോട്ട് തയ്യാർ കീജിയേ. ഒരു നോട്ട് തയ്യാറാക്കിയാലും കഹാനി ബുക്ക് മിഠായും നോട്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് പഠിക്കണം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. കിർദാരി നോട്ടാണ്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേടാ. ഓക്കെ. മറ്റൊരു ചോദ്യം ഇതാണ്, ആപ്കെ സ്കൂൾ മേ നിങ്ങളുടെ വിദ്യാലയത്തിൽ യൗമേ മുത്താല ധൂം ധാം സേ മനായ ജാനാ വാലാ ഹേ. യൗമേ മുത്താല എന്താണ്? വായനാ ദിനം ധൂം ധാം സേ വളരെയധികം ആവേശത്തോടുകൂടി ആഘോഷത്തോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്? മനായ ജാനാ വാലാ ഹേ കൊണ്ടാടുന്നുണ്ട്. ഹെഡ് മാസ്റ്റർ കി സദാരത്ത് മേ ആരുടെ അധ്യക്ഷതയിലാണ്? ഹെഡ് മാസ്റ്ററിൻ്റെ അധ്യക്ഷതയിൽ. സ്വദറെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം ഇഫ്തിതാ കरेंगे. ഈ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇഷാറോं की मदद से इस प्रोग्राम के लिए एक പോസ്റ്റർ തയ്യാർ കീജിയേ. പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം വരും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾക്ക് ഇഷാരകൾ നൽകിയിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഇഷാരകൾ നൽകുക? എന്തൊക്കെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഇഷാരകൾ? മക്കാം സ്ഥലം വേണം അല്ലേ. മറ്റൊന്നത് ഉൻവാൻ വേണം. ഉൻവാൻ വേണം. മറ്റൊന്നെന്താണ്? താരീഖ് നൽകിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ജഗ സ്ഥലം നൽകിയിട്ടുണ്ടാവും. അതുപോലെ താരിഖ് എന്നാണ് ടൈറ്റിൽ. ഇഫ്തിതാഹ് ആരാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സ്വദാരത്ത് ആരാണ്, അധ്യക്ഷൻ ആരാണ്. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഓക്കെ അല്ലേ. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. പോസ്റ്റർ തയ്യാറാക്കാൻ. ഓക്കെ അല്ലേടാ. ഓക്കെ, അങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലേ, നമ്മുടെ ഉറുദുവിൻ്റെ ലൈവ് ക്ലാസ്സിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിചയപ്പെടുന്നുണ്ട്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? റെഡിയല്ലേ? ഓക്കെ. സബ്കോ ശുക്രിയ. ഖുദാ ഹാഫിസ്. ബൈ.